ശരി, ഈ ഫേമസ് ആയിട്ടുള്ള ഒരു പണ്ടത്തെ പാട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറയുന്ന ഒരു മെയിൻ വരി തന്നെ അല്ലേ, ഒരു മെയിൻ ലൈന് തന്നെ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. അപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് മതങ്ങൾ കാരണം ഉണ്ടാവുന്ന കലഹങ്ങളും വിപ്ലവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ. ഇപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് കുട്ടികളിലേക്ക് ഈ മതം എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നു, അല്ലെങ്കിൽ മുതിർന്നവർ കുട്ടികളിലേക്ക് എത്രത്തോളം മതത്തെ ഇൻജക്ട് ചെയ്യുന്നു, അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ശാരിക അതിനെ നോക്കിക്കാണുന്നത്? മതം വലിയൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ലോകത്ത് മതങ്ങളെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വേണ്ട, നമ്മുടെ നാട്ടിൽ മതമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതെ, ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതവിടെ നമുക്ക് അസേർട്ട് ചെയ്ത് പറയേണ്ടി വരും. അതായത് നമ്മളൊക്കെ എങ്ങനെയാണ്, ഇപ്പൊ എന്റെ മോള് ഇപ്പോ 3ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ്സിൽ തീരാറായി. അവളുടെ ഒരു 4ാം ക്ലാസ് എന്നോട് ചോദിക്കില്ല നീ ഏത് കാസ്റ്റ് ആണ്, അമ്മ എന്താ ഈ കാസ്റ്റ് അല്ലെങ്കിൽ സബ് കാസ്റ്റ് എന്ന്. പക്ഷെ അവള് നിഷ്കളങ്കയാണ്. പക്ഷെ എന്റെ 5ാം ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കും. അമ്മ അവള് ക്രിസ്ത്യനാന്ന് പറയുന്നു, അല്ലെങ്കിൽ മുസ്ലിമാണ്, അതെന്താ അമ്മ മുസ്ലിം മതം എന്താണ്, അവരെന്തിനാ അമ്മ തൊപ്പി വയ്ക്കുന്നത്, നമ്മളെന്താ തൊപ്പി വയ്ക്കാത്തത്, അവരെന്താ അള്ളാഹു എന്ന് പറയുന്നത്, നമ്മളെന്താ പിന്നെ ഈ കൃഷ്ണൻ എന്ന് പറയുന്നത്, ക്രിസ്ത്യാനി എന്താ ക്രോസ് എന്തിനാണ് അമ്മ, അവർക്കെന്താ പള്ളി, നമ്മുടെ അമ്പലം, ഇതെന്ത് ഇങ്ങനെ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മോളെ നീ ഹിന്ദു കാസ്റ്റാണ്, ഞാൻ ഹിന്ദു കാസ്റ്റ് ആണല്ലോ, ഹിന്ദു, ഇപ്പം ഞാനത് പറയാം. എൻ്റെ മോളോട് പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് എന്തോന്ന് അറിയില്ല, മനുഷ്യസ്നേഹം കൂടിപ്പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തോ എൻ്റെ തൊണ്ടയിൽ എന്തോ തള്ളുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നീ ഈ കാസ്റ്റാണ്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ്, ഹിന്ദു ആണ്, ഇഴവയാണ്, അല്ലെങ്കിൽ നായരാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു അപകർഷതാബോധം എന്നിലേക്ക് ഇങ്ങനെ വല്ലാതെ കയറി വരും. അതാണ് എൻ്റെ പാരൻസ് എന്നോട് ചെയ്ത തെറ്റെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളേക്ക് ചില ഇപ്പോഴത്തെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചില വളരെ അപൂർവം കപ്പിൾസിലുണ്ട് മക്കളെ മതമില്ലാതെ പോയി. എൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് മതമില്ല, അച്ഛനും അമ്മയും അവൾക്ക് മതം കൊടുത്തിട്ടില്ല. ഇപ്പം അങ്ങനെ ഒരു കോളം ഉണ്ടെന്ന് തോന്നുന്നു, മതം വേണമെങ്കിൽ എഴുതിയാൽ മതി. പക്ഷെ അന്ന് സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു മതം എഴുതണമെന്ന് നിർബന്ധമായിരുന്നു. പണ്ട് ജെൻഡർ വെക്കുന്ന പോലെ തന്നെ അന്ന് മതം മസ്റ്റായിട്ട് വെക്കണമായിരുന്നു. അപ്പോൾ കുട്ടികളിൽ സ്കൂളുകളിൽ നിന്ന് തൊട്ട് തന്നെ കുഞ്ഞുങ്ങളെ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ഓരോ കോളേജ്, ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൽ പഠിച്ചൊരു കുട്ടിയാണ്. എൻ്റെ ഒരു മിക്സഡാണ്. ഞാൻ കുറേ കാലം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു, അതിനുശേഷം കുറച്ച് നാൾ ക്രിസ്ത്യൻ മുസ്ലിം മിഷണറീസിൽ ഞാൻ പഠിച്ചില്ല, ക്രിസ്ത്യൻ മിഷണറീസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരിക്കലും അവർ മതപരിവർത്തനത്തിന് അവിടെ നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. അവർ പ്രാർത്ഥനയുടെ മൂല്യം മാത്രമാണ് പഠിപ്പിച്ചു തന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എൻ്റെ വീട്ടുകാർ വന്നിട്ട് നീ ഇനി ക്രിസ്ത്യാനി ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബൈബിൾ വായിക്കുമായിരുന്നു ഞാൻ. കൊന്ത ചൊല്ലാൻ എനിക്ക് അറിയില്ലെങ്കിലും കൊന്ത അവരുടെ മാലയാണ്, കൊന്ത റോസറി. അത് ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് പള്ളിയിൽ പോകാൻ. പക്ഷെ അപ്പോഴും എന്നെ ഒരിക്കലും അവിടുത്തെ ഒരു സിസ്റ്റർമാരോ ഒരു അധ്യാപകരോ അവിടുത്തെ ആരും തന്നെ എന്നെ സെൻറ് ജോസഫ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. എനിക്കത് പറയാം, ആ കോളേജിൻ്റെ പേര് അഭിമാനത്തോടെ, കാരണം വിമൻസ് കോളേജായിരുന്നു, സ്കൂളും അത് തന്നെ. പക്ഷെ അവിടെ ആരും നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ അവർ പറഞ്ഞ നോൺ ഹിന്ദുസിന് ക്ലാസ്സിലിരിക്കാം, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻസിന്റെ ക്ലാസ്സിലിരിക്കാം, അല്ലാത്തവർ മാത്രം അവരുടെ ആചാരങ്ങൾ. അപ്പം നമുക്കൊരു കൗതുകമാണ്, എന്തിനാണ് ഇങ്ങനെ, അവിടെ എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ രണ്ടായിട്ട് വിളിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ അവർ ചിലപ്പോൾ പേടിച്ചിട്ടാവാം, മേ ബി മതപരിവർത്തനം, ക്രിസ്ത്യൻ മിഷണറി അല്ലേ, മതപരിവർത്തനം പേടിച്ചിട്ടാവാം ഒരുപക്ഷെ ആ മാനേജ്മെന്റ് നോൺ ക്രിസ്ത്യൻസ് വരണമെന്ന് നിർബന്ധമില്ല. കാരണം അവരുടെ മറ്റേ കുർബാന എനിക്ക് ഭയങ്കര ആഗ്രഹം, കുർബാന അപ്പം എന്താണെന്ന് അറിയാൻ. ഇപ്പോഴും എൻ്റെ ക്രിസ്ത്യൻ കൂട്ടുകാരാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുവാടി വായിൽ, അത് ചുമ്മാ എന്തെങ്കിലും ഒരു സാധനം അപ്പം ഇങ്ങനെ, അത് അവരുടെ ആചാരമാണല്ലോ. പക്ഷേ ഇവരുടെ കോളേജിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പഠിച്ച കോളേജിലും സ്കൂളിലും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് എല്ലാ ദിവസവും ഞായറാഴ്ച ഏതോ ഒരു ദിവസം ഏതാണ്ട് ഇവർ പറഞ്ഞ് കുർബാനയൊക്കെ കൂടാനായിട്ട് പിള്ളേരെ വിളിക്കും. ചാപ്പൽ പോയിരുന്ന പിള്ളേരും മുട്ടും. അപ്പം നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ കോപ്പി അടി, നമുക്ക് അറിയില്ലല്ലോ. അതുപോലെ ഇവർ നമ്മുടെ കൂടെ അമ്പലത്തിൽ വരാനും ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം എന്തുകൊണ്ട് ഇതൊരു മിക്സ് ആക്കിക്കൂടാന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചു. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ ഇപ്പോൾ ശബരിമലയിലും കുറേ അമ്പലങ്ങൾക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനം, എന്നാൽ ഇപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ, ഇത് പറയുമ്പോൾ ചിലപ്പം ഹിന്ദുക്കൾ എന്നെ എടുത്ത് പൂശുമായിരിക്കും, എന്നാലും ഞാൻ പറയും ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോഴും എഴുതില്ല അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ മാത്രമല്ലല്ലോ, ഒരുപാട് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു അമ്പലം, പ്രശസ്തമായ അമ്പലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ശബരിമലയിൽ എന്നാൽ എല്ലാവർക്കും കയറാം. അതെന്താണ് അങ്ങനെ? അതെന്തൊരു നിയമമാണത്? ശബരിമല ഹൈന്ദവ ആചാര പ്രകാരം നടത്തുന്ന ഒരു വലിയ ആരാധനാലയമാണ്, ഓൾ വേൾഡ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ. അതെന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്നാ മറ്റു മതക്കാരെ കണ്ടുകൂടാ? ശബരിമല അയ്യപ്പനും ഗുരുവായൂരപ്പനും എല്ലാവരും ഒന്ന് തന്നെയാണ് അല്ലേ എന്ന് നമ്മൾ ഒരു വാക്കിൽ പറയും, കുട്ടികളോട് പറയും. അപ്പൊ ഈ കുട്ടി എന്ന നില എൻ്റെ മോളോട് ചോദിക്കും, അമ്മേ അവള് ചുണ്ടുനാക്കും തിരിച്ചറിയാൻ അല്ലെങ്കിൽ വായിച്ചു തുടങ്ങുമ്പോൾ അവളോട് ചോദിക്കും ഇവിടെ എന്താ ഇങ്ങനെ എഴുതി വെച്ചു, ഇതാരാ ഹിന്ദുക്കളെന്ന് അവള് ചോദിക്കും. എനിക്കത് പറയുമ്പോൾ ഹൃദയത്തിന് എന്തോ ഒരു വിങ്ങലാണ്. എൻ്റെ മോളോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും? അത് എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന്. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവളോട് എനിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല എനിക്ക് ഒരു മതത്തെക്കുറിച്ച്. പക്ഷെ മിക്കവരും അത് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ സ്കൂളുകളിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹിജാബ് ധരിക്കണം. ഞാനൊന്നും പഠിച്ച കാലത്ത് നമുക്ക് മുസ്ലിം ഒരുപാട് കുട്ടികൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ സെന്റ് ജോസഫ്സിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പലരും മുസ്ലിംസ് ആണ്. അപ്പൊ അവര് ഒരിക്കലും ജസ്റ്റ് തട്ട വിടും, ചിലപ്പോൾ തട്ട വിടാതെ ക്ലാസ്സിലിരിക്കും. അന്നും ഹിജാബ് ഗുജാബ് ഒന്നുമില്ല.
അല്ലെങ്കിൽ മാസ്ക് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അവര് നിസ്കരിക്കും, പള്ളിയിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈ എന്താണ് ഇവരുടെ സംഭവം വിളിക്കുമല്ലോ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കും. ഒരിക്കലും മതത്തെക്കുറിച്ച് ഒരു സംസാരമില്ല. അവരവർ മുസ്ലിംസ് ആണെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. ക്രിസ്ത്യൻസിനും അങ്ങനെ തന്നെ, ഹിന്ദുക്കൾ, നമ്മളെല്ലാവരും കുട്ടികൾ, സ്റ്റുഡൻസ്, ഫ്രണ്ട്സ്, അതാണ് അവിടുത്തെ ടാഗ്ലൈൻ. സ്കൂളിൽ സ്റ്റുഡന്റും ഫ്രണ്ട്സും ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് വേണ്ടത്. അവിടെ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അല്ല വേണ്ടത്. മറിച്ച് ഇന്നത്തെ സ്കൂളിൽ നമുക്ക് ഒരു സ്കൂളിന്റെ വാതിക്ക് നിൽക്കും പറയാം, ഒരു കൂട്ടം ടീമുകൾ ഹിജാബൊക്കെ ധരിച്ച കുറെ കുട്ടികൾ ഏതോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ. ക്രിസ്ത്യൻസിനും, പക്ഷെ ക്രിസ്ത്യൻസിന് എനിക്ക് ഹിന്ദുക്കളെ ആയിരിക്കും ചിലപ്പോൾ ഇനി ഹിന്ദുക്കളെ കുറച്ച് മുമ്പ് ചന്ദനം തൊടിപ്പിച്ച് ഇറക്കുമായിരിക്കും, കാരണം ഹിന്ദു ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ക്രിസ്ത്യാനികളെ കൊന്ത കയ്യിൽ ചിലപ്പോൾ കെട്ടിക്കുമായിരിക്കും സ്കൂളുകളിൽ. കാരണം ചില സ്കൂളുകൾ, കർണാടകയിലെ സ്കൂളിലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. ഹിജാബ് അവർ നിരോധിച്ചു. ശരിയാണ്, മതം നമ്മൾ ആചരിക്കേണ്ടതാണ്, നമ്മുടെ വീടിനകത്ത് ആചരിക്കും, നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരുന്നുണ്ട്. എന്ന് വെച്ച് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പഠനമാണ്, അവിടെ മതം ആരാധിപ്പിക്കുക, അതിന് മതപഠനശാലകളുണ്ടല്ലോ. പിന്നെ സ്കൂളുകളിൽ എന്തിനാണ് ഇവർ ഈ മതം പഠിപ്പിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മതം പഠിപ്പിക്കാനല്ല അവരെ നമ്മളെവിടെ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ് നേടാനാണ് നമ്മൾ സ്കൂളുകളിൽ, അല്ലെ? നമ്മൾ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരിക്കും, ഈ മുസ്ലിംസ് ഹിജാബ് ധരിക്കുന്ന പോലെ നമ്മൾ ഹിന്ദു സ്കൂളുകളിലൊക്കെ കാവിയുടെ കളറിലെ മാത്രം ഡ്രസ്സുകളിട്ട് കുട്ടികളെ കൊണ്ടുവരിക. ആ ലോകം, അത് നമ്മൾ പേടിക്കണം അനു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതൊട്ടും ദൂരത്തല്ല. കാരണം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് നിയമങ്ങളൊന്നും വെക്കാതെ. എന്നാൽ ഇപ്പം മിക്ക CBSE സ്കൂളുകളിൽ ഈ അമൃത അനന്തമയി പോലുള്ള സ്കൂളുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഹിന്ദു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ചിന്മയ വിദ്യാലയം, അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മസ്റ്റായിട്ടും ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. നല്ല കാര്യം, ഭഗവത്ഗീത പഠിപ്പിച്ചോട്ടെ. പക്ഷേ ഹിന്ദുയിസത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ ക്രിസ്ത്യാനിസ് പണ്ടോട്ടേ അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ പഠിച്ച കോളേജ് എക്സെപ്ഷനിലാണ്, അവർ നിർബന്ധിക്കുന്നില്ല ആരെയും. അവര് മതമാറ്റം ഇന്ന് വരെ ഒരാൾ പോലും നമ്മളോട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. പക്ഷേ ഹിന്ദു മതത്തിന് ഞാൻ പൊതുവെ ബാക്കി ഈ മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു വലിയ ഡിഫറൻസ്, അല്ലെങ്കിൽ മതം പഠിപ്പിക്കാൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, കുട്ടികളെ ഫോഴ്സ്ഫുള്ളി മതം പഠിപ്പിക്കുന്നില്ല. നമ്മള് ഈ ക്രിസ്ത്യാനികൾക്ക് അവരെ നമ്മുടെ ക്ലാസ് ഉണ്ട്, അതിന് പോയേ പറ്റത്തുള്ളൂ. അതിന് ഉദ്ദേശം അങ്ങനെയല്ല. നമ്മുടെ മതം മറ്റുള്ളവരെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ നിർബന്ധിക്കുന്നില്ല. സത്യമാണ്. മുസ്ലിങ്ങൾ ആണെങ്കിൽ അവർ അഭിമാനിക്കാം. ഹിന്ദുക്കളെങ്കിൽ തമ്മിൽ ഭേദം മദ്രസയിൽ പോകാൻ വേണ്ടി നിർബന്ധിക്കുന്നു, മസ്റ്റാണ് അവർക്ക്. നമ്മളെ പക്ഷെ അങ്ങനെ ഒരു വേദപഠന ക്ലാസ് രാവിലെ അമ്മ എഴുതിട്ട് തല്ലിയിട്ട് ഞായറാഴ്ച ആകുമ്പോഴേ ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് നീ ദേവീക്ഷേത്രത്തിൽ പോത്തോളൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലാസ്സിലേക്ക് നമ്മൾ ഉന്തി വിടുന്നില്ല. അതാ ഞാൻ പറഞ്ഞേ, ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആകുമ്പോഴാണല്ലോ നമ്മുടെ അമ്പലങ്ങൾ, ദേവിമാരുടെ അമ്പലം അല്ലെങ്കിൽ ഹനുമാന്റെ അമ്പലം, അങ്ങനെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ ശീലിക്കാത്തതുകൊണ്ടായിരിക്കാം നമ്മളെ തള്ളിവിട്ടിട്ടില്ല. അവർ പോയാലും നിനക്ക് വേണമെങ്കിൽ എന്ന രീതിയിലായിരുന്നു. പക്ഷെ ക്രിസ്ത്യൻസിന് അങ്ങനല്ല. സൺഡേ സ്കൂൾ മസ്റ്റാണ് അവർക്ക്. അതുപോലെ മുസ്ലിംസിന് മദ്രസകൾ മസ്റ്റാണ്. അതെ, മദ്രസകൾ നിരോധിക്കേണ്ട കാലം വരുന്നു, അല്ലെങ്കിൽ സൺഡേ സ്കൂളുകൾ ഒന്നും നിരോധിക്കേണ്ട. പക്ഷെ ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു മക്കളെ പക്ഷികളെയും പൂമ്പാറ്റകളെയും മനുഷ്യന്റെ നന്മകളും ഒക്കെ വളർത്തി പഠിപ്പിക്കേണ്ടതിന് പകരം മതം എന്തിനാണ് അവരിലേക്ക് കുത്തിവെക്കുന്നത്? ഈ മതം ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വെറും സെൻസസ് എടുക്കാൻ വേണ്ടി മാത്രമാണോ മതം? സെൻസസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ മതം എന്തിനാണ്? നമ്മുടെ ഇഷ്ടം. മതമില്ലാത്ത രാഷ്ട്രങ്ങളുണ്ട്, ഞാൻ കേട്ടോ, പള്ളിയിൽ കയറാത്ത രാഷ്ട്രങ്ങളുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാതെ പൂർണ്ണമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്യുമെന്ററി കണ്ടിരുന്നു. മതമില്ലെങ്കിൽ ആ രാജ്യത്തൊന്നും സംഭവിച്ചില്ല. അവർ ഭയങ്കര ഡെവലപ്ഡ് ആണ്, അവർ ഭയങ്കര സമൃദ്ധിയിൽ ജീവിക്കുന്നു. അവിടെ പിന്നെ ചിന്തിക്കാനുള്ള ലോകം വിശാലമാവും. അതെ, ഈ ഒരു മതം വരുമ്പോഴാണ് ആളുകൾക്ക് അവിടെ കെട്ടുപാടുകൾ വരുന്നതും നമ്മുടെ ചിന്തകൾ അതിലേക്ക് ഒതുങ്ങി പോകും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വേർതിരിവുകൾ ഈ ചിലപ്പോൾ യൂട്ടോപ്യനായിട്ട് അനുഭവിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നായിരിക്കും. കാരണം സ്കൂളുകളുടെ പേര് എന്തിനാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ പേര് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഹിന്ദു മാനേജ്മെന്റിന്റെ പേര്, നമ്മുടെ രാജ്യത്തിന്റെ പേര് വയ്ക്കുക, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പേര് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രവിശ്യയുടെ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ആ ജില്ലയുടെ പേര് വയ്ക്കുക, മുനിസിപ്പാലിറ്റിയുടെ പേര് വയ്ക്കുക. പകരം ജാതിയുടെ പേര്. ഇപ്പം എന്താ പറയുന്നത്, അങ്ങനെ കുറെ അല്ലമീൻ സ്കൂള്, സെയിന്റ് ആന്റണി സ്കൂള്, അല്ലെങ്കിൽ ചിന്മയ വിദ്യാലയം, ഇതൊക്കെ ഹിന്ദു കണക്ഷൻ ആയിട്ട് വരുന്ന ഹിന്ദു മാനേജ്മെന്റിന്റെ. പക്ഷെ അവിടെ മാനേജ്മെന്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവിടെ ഹിന്ദു കോളേജാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുസ്ലിം കോളേജ്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്കൊന്ന് തൃശ്ശൂർ ഏതോ ഒരു കോളേജിൽ അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കോളേജിൽ. നിസ്കാരത്തിനുള്ള സമയം തൊട്ടടുത്ത് പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം കോളേജ് കൊടുക്കുന്നുണ്ട്. പകരം വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യ ഒരു കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക്, പെൺകുട്ടികളെ നിസ്കരിക്കാൻ മുറി അനുവദിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതെന്തിനായിരുന്നു ആ പ്രശ്നം എന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണ് പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ വീട്ടിൽ നിന്നാണോ കുഞ്ഞുങ്ങളോട് ഇതൊക്കെ പറഞ്ഞു വിടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദു മതപഠനശാലകളിൽ നിന്നോ ഒക്കെ ആയിരിക്കാം കുട്ടികൾക്ക് ഇത് പക്ഷേ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്തിനാണ് കോളേജുകൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? കോളേജുകളിൽ അവർക്ക് ലാബ് അനുവദിക്കാം, കമ്പ്യൂട്ടർ സെക്ടർ അനുവദിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈബ്രറിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ സമരം ചെയ്ത് നമുക്ക് അഭിമാനിക്കാം. അതെ, ഞങ്ങൾക്ക് ഒരു ലൈബ്രറി ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊജക്ട് ലാബ് റൂം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ അവർക്കൊരു പരീക്ഷണശാല ഉണ്ടാക്കി കൊടുക്കാത്തതിന് ഒരു സമരം ചെയ്യും. പക്ഷെ മതം
അത് അങ്ങനെ ഒരു അഡിക്ഷൻ ആക്കി കുഞ്ഞുങ്ങളെ. എന്തിനാണ് അങ്ങനെ വെക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ക്രിസ്ത്യൻസിന്റെ ഒരു രീതിയാണ്, നമുക്ക് ആ രീതികളില്ല, ഹിന്ദുസിന് ആ രീതികളില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ വർഗ്ഗങ്ങളുടെ ഉദ്ദേശം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയില്ല. നമുക്ക് തോന്നും എടുത്ത് നമ്മളങ്ങ് കഴിക്കും. പക്ഷേ ക്രിസ്ത്യൻസിനും എനിക്കൊന്ന് മുസ്ലിംസിനും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു, അവരും പ്രാർത്ഥിക്കുന്ന എനിക്ക് കണ്ടോ, ദുആ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ ക്രിസ്ത്യൻസിന് പൊതുവെ ഏതെങ്കിലും ഒരു ആണല്ലേ അങ്ങനെ ആഹാരം കഴിക്കുന്നതിന്. പക്ഷെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ, അത് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞ്, എൻ്റെ മോളോട് ഞാൻ നിർബന്ധമായിട്ട് ഞാൻ എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുക്കും, നീ ദൈവത്തോട് നന്ദി പറയാൻ, നിനക്ക് ആഹാരം തരുന്നതിന്, നിനക്ക് നല്ല വസ്ത്രങ്ങളുള്ളതിന്, നീ ജീവനോടെ ഇരിക്കുന്നതിന്, നിനക്ക് നല്ലൊരു അമ്മയെ തന്നതിന്, അല്ലെങ്കിൽ അച്ഛനെ തരുന്നതിന്, അല്ലെങ്കിൽ കുടുംബം തന്നതിന് നന്ദി പറയുക. കുഞ്ഞിനെ പോലെ കുഞ്ഞിനെ പോലെ ഭാഗ്യമില്ലാത്ത പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ട്. ഒരു നേരത്തെ ആഹാരം പോയിട്ട് ഒരു നേരത്തെ ശുദ്ധമായ വെള്ളം പോലും കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന്. അതിനെക്കുറിച്ച് ഓർക്കാൻ ഞാൻ അവളോട് പറയാറുണ്ട്. അവൾ ചിന്തിക്കുമായിരിക്കും, അമ്മ നീ ചെറുപ്രായത്തിൽ ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിന്? പക്ഷെ അതിന് പകരം നീ ഹിന്ദു ആയതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടേ, അല്ലെങ്കിൽ മുരുകനെ പ്രാർത്ഥിച്ചിട്ടേ, അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിച്ചിട്ടേ നീ ഇത് കഴിക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഓം സ്വാഹ സ്വാഹ പറഞ്ഞിട്ടേ ചെയ്യാവൂ എന്ന് ഞാനൊരിക്കലും അവളെ അത് പഠിപ്പിക്കില്ല. ഞാനിപ്പോഴും എന്റെ മോളെ അമ്പലത്തിൽ കൊണ്ടുപോകാറില്ല. എന്നോട് പലരും പറയണം നീ കൊണ്ടുപോകണം. എന്റെ അമ്മ നല്ല ഭക്തിയായിരുന്നു, പക്ഷെ അമ്മ വിളിക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങും, ഞാൻ പോകത്തില്ല. എനിക്കൊരു 30 വയസ്സ് കഴിഞ്ഞപ്പോഴും 32 വയസ്സ് കഴിഞ്ഞപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നിയത് അമ്പലത്തിലൊന്ന് പോകാം, അതിന്റെ സമാധാനത്തിന് വേണ്ടി. ഇന്നും ഞാൻ അന്ധവിശ്വസിക്കുന്നില്ല, അന്ധവിശ്വാസങ്ങൾ ഞാൻ ആചാരങ്ങൾ പാലിക്കാറുണ്ട്, വ്രതങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അതിനുവേണ്ടി ആരും നിർബന്ധിക്കുന്നില്ല. എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കുക, ഹൃദയത്തിൽ നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാനേ ഞാൻ പറയും. ഞാൻ അതിന് പ്രചാരകയാകത്തില്ല. ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് തോന്നേണ്ടതാണ്. ഇപ്പൊ ഞാൻ കൃപാസനത്തിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം പള്ളി, ഞാൻ വിശ്വസിച്ച് എനിക്ക് ഇഷ്ടമാണ് മുസ്ലിം പള്ളി കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ പോയി നേർച്ചയിടുന്നത് എനിക്ക് വിഷയമില്ല. പക്ഷെ അതൊക്കെ ഞാൻ ആ പൂർണ്ണമായ ഒരു ശക്തി നമ്മുടെ മുകളിലുണ്ട്. അതിന് നമ്മൾ ഇഷ്ടമുള്ള ഒരു പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. പക്ഷെ എന്റെ മകളെ ഒരിക്കലും ഞാൻ നിർബന്ധിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയില്ല, ഒരിക്കലും നിർബന്ധിച്ച് ഞാൻ ചരട് കെട്ടില്ല. അവൾ പറയാം അമ്മ എനിക്കിത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ വേണ്ട. അവളൊരു 18 വയസ്സായി, അല്ലെങ്കിൽ അവളുടെ ഏത് പ്രായത്തിൽ അവൾക്കത് തോന്നിയില്ലെങ്കിൽ അവളിപ്പോൾ നിരീശ്വരവാദികളെന്നാലും ഞാൻ തിരുത്താൻ പോവില്ല. ഇതുപോലെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതുപോലെ ഐഡിയോളജി പലർക്കും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യർ വ്യത്യസ്തരാണ്. അതെ, അതുകൊണ്ട് ഇന്ന ആളുകളാണ് കൂടുതൽ, ഇന്നവരാണ് കുറവ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേർതിരിക്കാൻ അവരെ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം ശാരികയുടെ കുഞ്ഞിനെ അങ്ങനെയാണ് വളർത്തുന്നത്. അതല്ലാത്ത ആളുകളുണ്ട്. എന്റെ വെരി പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്, അവന്റെ എന്താ പറയാ, അവൻ ഉൾപ്പെടുന്ന ജാതി അത് വളരെ മികച്ചതാണ്, അതാണ് ഏറ്റവും ഹൈ എന്ന് അവന്റെ അച്ഛൻ അവനെ പറഞ്ഞു കൊടുത്ത ഒരു എക്സ്പീരിയൻസ് അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യണ്ടായി. അപ്പൊ ഞാൻ ശരിക്കും എന്താ പറയാ, നമ്മൾ ഭയങ്കര സ്റ്റക്കാവും അത് കേൾക്കുന്ന സമയത്ത്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ, അതാണോ, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിലായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു. തീർച്ചയായിട്ടും വേറൊരു വിഷയം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, അവിടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഉച്ചയ്ക്ക് നോൺ വെജ് കഴിക്കാൻ കൊണ്ടുവന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ആ കേസിൽ ശരിക്കും ടീച്ചേഴ്സ് ഇടപെടുന്നതിലും കൂടുതലായിട്ട് കുട്ടികൾ തമ്മിൽ പരസ്പരം, അതും വളരെ ചെറിയ കുട്ടികളാണെന്ന് ഓർക്കണം, അവര് തമ്മിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ നോൺ വെജ് കൊണ്ടുവന്ന കുട്ടിയോട് ബാക്കി കുട്ടികൾ പറയണം, ഇത് ഹിന്ദുസ്ഥാനാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നീ ഇവിടെ ഇങ്ങനത്തെ ഈ നോൺ വെജ് കൊണ്ടുവന്ന് നിന്നെവിടെ പൊറപ്പിക്കില്ല തരത്തിലുള്ള വാക്കുകളും വർത്തമാനങ്ങളുമാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും ആ കുട്ടി വളർന്നു വരുന്നത്? ഞാൻ പറയട്ടെ, നമ്മള് പണ്ട് ഒരു കുട്ടിയെ ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം, കുട്ടികൾ സംസാരിക്കുന്നത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും റൈറ്റ് ആണ് അത്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന അവന്റെ ഫാമിലി, രാഷ്ട്രത്തിനേക്കാളും മുമ്പ് അവരുടെ ഫാമിലിയിലാണ് അവർ മോൾഡഡ് ആവുന്നത്. അവരെപ്പോഴും നമ്മൾ സമൂഹത്തെ വാർത്തെടുക്കുന്ന സ്ഥലം നമ്മുടെ ഫാമിലി ആയിരിക്കണം. നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മാധ്യമ സുഹൃത്ത് എന്നോട് പറഞ്ഞ, അവള് സ്കൂളിൽ കോളേജിൽ പഠിച്ച സമയത്ത് അവളുടെ ഒരു അധ്യാപിക പറഞ്ഞിരുന്നു, അവളെ ജാതീയപരമായിട്ട് അധിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ജാതിയോടുള്ള ഒരു താല്പര്യം, അത് ഇന്ന ജാതിയിലുള്ള ആൾക്കാരോട് ഇഷ്ടം, അത് സത്യത്തിൽ ഞാൻ പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ ജാതി അല്ലെങ്കിൽ സബ് കാസ്റ്റ് എന്ന് പറയാൻ എനിക്കൊരു മ്ലേച്ഛത തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്ന മുഴുവനും ഇന്ന അപ്പർ ഹൈ കാസ്റ്റ്, അല്ലെങ്കിൽ ഞാനൊരു മേനോനാണ്, അല്ലെങ്കിൽ ഞാനൊരു നമ്പൂതിരിയാണ്, അല്ലെങ്കിൽ ഞാനൊരു സുറിയാനി ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിംസിന്റെ ഷിയ സുന്നി, അതെനിക്കറിയില്ല എൻ്റെ ഡിഫറൻസ് എന്താണ്, അതിൽ ഏതോ ഒരെണ്ണം അപ്പർ കാസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാവരും ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ എല്ലാവരും ബ്ലഡിന്റെ ഒന്ന് തന്നെയല്ലേ അനുഭവ? അതെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നമ്പൂതിരി ആയാൽ എന്റെ റോയൽ ബ്ലഡ് എന്ന് പറയാറുണ്ട്, റോയലിന്റെ അർത്ഥം റോയൽ കളർ ബ്ലൂ ആണോ? ബ്ലൂ ആയി മാറുമോ? ഞാൻ ഷിയ സുന്നിയായി മാറിയാൽ എന്റെ രക്തം തിളങ്ങുമോ? അല്ലെങ്കിൽ ഞാൻ സുന്നി മറ്റേ നമ്മുടെ സുറിയാനി ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ എന്റെ ബ്ലഡിന്റെ നിറം വെള്ളയാകുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തർത്ഥത്തിലാണ് ഇവർ ഇതൊക്കെ പറഞ്ഞങ്ങ് വല്ലാതെ, ഇതൊക്കെ കുട്ടികളുടെ മുമ്പിൽ നിന്നാണ് ഈ പറയുന്നത്. നമ്മുടെ സിനിമകൾ പോലും ഇതിനെ ഉദ്ഘോഷിക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ നല്ല തറവാട്ടിലെ നായരാടാ, അല്ലെങ്കിൽ ഞാൻ തറവാട്ടിലെ മേനോനാടാ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലുള്ള മമ്മൂട്ടി മോഹൻലാലും കത്തിത്തിളങ്ങി നിന്നിരുന്ന സമയങ്ങളിൽ എല്ലാ സിനിമയും
എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാവരുടെയും വാല് അക്കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം അവരുടെ ജാതിപ്പേര് അവർ വെട്ടിക്കളഞ്ഞു, എന്നിട്ട് അവരുടെ തറവാട്ടിന്റെ പേര് വെച്ചു. അതാണ് അങ്ങനെയുള്ള കുട്ടികൾ പറഞ്ഞു, അങ്ങനെയുള്ള അമ്മമാരുണ്ടാവണം, അങ്ങനെയുള്ള അച്ഛന്മാരുണ്ടാവണം, അങ്ങനെയുള്ള അപ്പൂപ്പന്മാരും അമ്മമാരും എനിക്ക് തോന്നുന്നു ഇനി പാടാൻ. ഇപ്പൊ ഇത് കണ്ടോണ്ട് ചിലപ്പോൾ എന്റെ വീട്ടിലെ കുടുംബക്കാരെന്നെ ചിലപ്പോൾ ചീത്ത വിളി, ഇനി എന്തൊക്കെ തോന്നിവാസം ആടി അവിടെ പോയിരുന്നു പറയുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പറയാനുള്ള പ്ലാറ്റ്ഫോം കിട്ടിയതിന് ഞാൻ മോളിരിക്കുന്ന ജഗദീശ്വരനോട്, അദ്ദേഹം പേരിട്ട് ഞാൻ വിളിക്കുന്നത് നന്ദി പറയുന്നത്. കാരണം ഇതൊക്കെ 10 പേരോട് പറയണമല്ലോ, നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നു. അവരെ അനുസരിക്കുമ്പോഴും നമ്മൾ വിനയത്തോടുകൂടി അനുസരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന പേര് റിബൽ എന്നാ. നീ എന്തെങ്കിലും കാണിച്ചോളൂ, ഇപ്പം നീ ഭക്തി, ഞാൻ ഇപ്പൊ എന്നോട് പറയാറുണ്ട് നീ അന്ന് അമ്പലത്തിൽ പോകും, ഇപ്പൊ എന്താ അമ്പലത്തിൽ പോകുന്നു? ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു ശാന്തത. സത്യത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു പർപ്പസ് അതാണ്, ഒരു സമാധാനം, എനിക്ക് കോൺഫിഡൻസ്, എന്റെ വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ്, ലൈഫിൽ മുന്നോട്ട് പോകാൻ കോൺഫിഡൻസ് ആണ് എനിക്ക് അമ്പലത്തിൽ നിന്ന്. അതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അല്ലാതെ അവിടുന്ന് ഞാൻ മറ്റേ സ്വർണ്ണനാണയം എനിക്ക് ഭഗവാൻ തരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ വജ്രം കുഴിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വ്രതം എടുക്കുന്നത്. ഞാൻ എന്നെ തന്നെ എല്ലാവരും ചോദിക്കും നീ എങ്ങനെ നിനക്ക് വ്രതം എടുക്കാൻ പറ്റും? ഞാൻ വ്രതം എടുക്കുന്നത് എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനാണ്. പഴയ ആൾക്കാർ അതാണ് വിചാരിച്ചിരുന്നത്. പണ്ടത്തെ ആൾക്കാർക്ക് അവരുടെ ഗുരുക്കന്മാരുടെ കാലത്ത് അവർ ചിന്തിച്ചിരുന്ന കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ചെയ്തത്. പക്ഷെ അതിനെയൊക്കെ മാറ്റി അതൊക്കെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം. ഇപ്പൊ തന്നെ നമ്മൾ പീരീഡ്സിന്റെ കാര്യം പറയുമ്പോൾ നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ പീരീഡ്സ് എന്ന് പറയുന്ന പണ്ടത്തെ സ്ത്രീകൾക്ക് സ്ട്രിക്ട്ലി വിശ്രമം കൊടുക്കാൻ വേണ്ടി പണ്ടത്തെ കാരണവന്മാർ കണ്ടുപിടിച്ചൊരു സംഭവമായിരുന്നു. അത് 4 ദിവസം അവൾ റോയലായിട്ടിരിക്കട്ടെ, അവൾക്ക് വയറ് നിറച്ച് ഭക്ഷണം, അവളെ നല്ല രീതിയിൽ സെപ്പറേറ്റ് അവൾക്ക് മുറി കൊടുത്ത് അവിടെ കിടത്തുക, അവളെ വേറെ വെള്ളം കോരാനും പിന്നെ അതുപോലെ കായലിൽ നിന്ന് കോരാനും കിണറ്റിൽ നിന്ന് കോരാനും അനുവദിക്കാതിരിക്കുക, കായികപരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ അവൾക്കൊരു പ്രിവിലേജ് ആയിരുന്നു. ശരിക്കും അത് സ്ത്രീക്ക് കൊടുത്ത പ്രിവിലേജിനെ മതവും ജാതിയും കയറ്റി ആചാരാനുഷ്ഠാനങ്ങളും തൊട്ടുതീണ്ടായ്മയും കുട്ടിക്കലർത്തി അതിനെ വെറും വൃത്തികെട്ടതാക്കി മാറ്റിയത് നമ്മുടെ മതമാണ്. അതെ, സത്യത്തിൽ അത് അവരുടെ ആരോഗ്യപരമായിട്ടാണ് അന്നത്തെ ബുദ്ധിയുള്ള ആൾക്കാർ, അന്നത്തെ ബുദ്ധിമാന്മാരിൽ നിന്ന് വിരുദ്ധ ആൾക്കാർ മതം വിഷം തീർന്ന് വെറും കൾച്ചർലെസ് ആയി മാറിയിരിക്കുന്നു. ഇനി അതിനൊരു മോചനം നമുക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാനോ? ഇല്ല, അത് നമ്മുടെ ഈവൻ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്റെ പാരന്റ്സ് അടക്കം, ഞാൻ പഠിച്ചതൊരു മുസ്ലിം കോളേജിലാണ്. അപ്പൊ അവിടെ വെരി എന്താ പറയാ ഹൈ ലെവലിൽ എനിക്ക് അവിടെ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ എന്റെ പാരന്റ്സ് എന്നെ വല്ലാതെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞു മാളും അങ്ങനെയൊന്നും പറയരുത്, അവര് എന്ത് വേണേലും അവര് ചെയ്യാം. എന്റെ പാരന്റ്സിന് ആക്ച്വലി പേടിയാണ്. കാരണം അത് എന്റെ പാരന്റ്സിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു റിലീജിയനിൽ ഉൾപ്പെടുന്ന ആളുകളുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അവരെന്നെ എന്തോ ചെയ്യുമോ എന്നുള്ള പേടി എന്റെ പാരന്റ്സിന്. അവര് എന്നെ വേണമെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായ ആ ഒരു റിലീജിയൻ. അപ്പം നമ്മൾ ആക്ച്വലി നമുക്ക് നമ്മുടെ വോയിസ് അവിടെ റേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇനീക്വാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന കാലഘട്ടത്തിലെ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ജാതീയമായിട്ടുള്ള കളികൾ, ആ ജാതി വെച്ചുള്ള തീക്കളിയാണത്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിന് തന്നെ അത് ആപത്തായി വരും. രാജ്യത്തിന്റെ ഒരു അഭിവൃദ്ധിക്ക് മതത്തിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം. പകരം മനുഷ്യരെ രണ്ടാക്കാനും നാലാക്കാനും പ്രത്യേകിച്ചും ഇന്ത്യ അത് ലോകത്തിന് മാതൃകയാക്കേണ്ട ഒരു രാജ്യമാണ്. കാരണം പല തരത്തിലുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണത്. അപ്പൊ അവിടെ മതം അതൊരു ക്രൈറ്റീരിയ. നമ്മളിപ്പോ ഒരു ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളിപ്പോ ഡ്രസ്സ് ധരിക്കുന്നു, എന്താണ് നമ്മുടെ നാണം മറിക്കണം, അതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മതത്തെ ഉപയോഗിക്കാം. മറിച്ച് അതൊരു അത്യാവശ്യമാണെന്ന് കുഞ്ഞുങ്ങളിൽ ബോധ്യം ഉണ്ടാക്കാതിരിക്കുക. പകരം അതൊരു ഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇച്ചിരി ശിക്ഷണം കിട്ടാൻ വേണ്ടി മാത്രം, കുഞ്ഞുങ്ങളുടെ നല്ല നടപ്പിന് വേണ്ടി മാത്രം, നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല നന്മകൾ പ്രവർത്തിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പഠന കലയാക്കി മതത്തെ, ഏത് മതമായാലും ഉപയോഗിക്കാനാണ് ഞാൻ പറയുന്നത്.